നമസ്കാരം, ഞാൻ ആയുഷ് മീഡിയയുടെ പുതിയ ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കുറേക്കാലം മുമ്പ് ഗ്രോ ബാഗിനകത്ത് ഇഞ്ചി കൃഷി ചെയ്യുന്നതിനെ പറ്റിയും അതേപോലെ ചേമ്പ് നടുന്നതിനെ പറ്റി ഓരോ വീഡിയോകൾ ചെയ്തിരുന്നു. ഈ രണ്ട് വീഡിയോകളും ആളുകൾക്ക് നന്നായി ഇഷ്ടപ്പെട്ടതാണ്. ഒരുപാട് ആളുകൾ കണ്ട രണ്ട് വീഡിയോകളാണത്. പക്ഷേ അന്ന് ഞാൻ ആ വീഡിയോയിൽ കാണിച്ചത് നമ്മൾ മറ്റ് പല കൃഷികളും ചെയ്തിരുന്ന ഗ്രോ ബാഗിലേക്ക് നമ്മൾ ഇഞ്ചി നടുന്നതും അതേപോലെ ചേമ്പ് നടുന്നതൊക്കെയാണ്. പുതിയതായിട്ട് ഗ്രോ ബാഗ് സെറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് അതിലേക്ക് നടുന്നതെന്ന് ഞാൻ കാണിച്ചില്ല. അന്ന് ആ വീഡിയോയ്ക്ക് താഴെ പല ആളുകളും ആവശ്യപ്പെട്ടിരുന്നു നമ്മൾ ഇഞ്ചി നടാനും അതേപോലെ ചേമ്പ് നടാനൊക്കെ ഗ്രോ ബാഗ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, അതിനെപ്പറ്റി നമുക്കൊരു വീഡിയോ ചെയ്യാവുന്നു. പക്ഷേ മറ്റു പല തിരക്ക് കാരണം നമ്മളതങ്ങ് വിട്ടുപോയി. ഈ കഴിഞ്ഞ ദിവസം അതിലൊരു വീഡിയോയ്ക്ക് നല്ല വ്യൂ വന്നു. അപ്പോൾ ഞാൻ അതിന് താഴോട്ടുള്ള കമൻറ്റ്സ് എടുത്ത് വായിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങളെ മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഇങ്ങനെ നടക്കുന്ന ഈ ഗ്രോ ബാഗിനകത്ത് ഇഞ്ചി, ചേമ്പ് ഇങ്ങനെയുള്ള ആവശ്യത്തിന് വേണ്ടി മാത്രം നമ്മൾ ഫില്ല് ചെയ്യുന്നതാണ്. മറ്റെന്തെങ്കിലും നടാനാണെങ്കിൽ ഇങ്ങനെയല്ല ഗ്രോ ബാഗ് ഫില്ല് ചെയ്യേണ്ടത്. അതെങ്ങനെയാണെന്ന് ഞാൻ ഇതിനു മുമ്പ് മറ്റ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം, അതേപോലെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ മറ്റ് കൃഷികൾക്ക് എങ്ങനെയാണ് ഗ്രോ ബാഗ് ഫില്ല് ചെയ്യുന്നതെന്ന് ആ വീഡിയോകൾ നോക്കി മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ ഈ വീഡിയോയ്ക്ക് ഇടയ്ക്ക് നിങ്ങൾക്ക് തോന്നാവുന്ന ചില സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾ ഞാൻ ഈ വീഡിയോയുടെ അവസാനം കാണിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ ഈ വീഡിയോ കാണുക. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്തേക്കുക. പിന്നെ ഇതുകൂടാതെ നമുക്ക് ആയുഷ് മീഡിയ എന്ന പേജിൽ തന്നെ ഒരു ഫേസ്ബുക്ക് പേജും കൂടിയുണ്ട്, അതും കൂടി ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഇനി ഒരുപാട് ലൈവ് വീഡിയോകളും മറ്റും നമ്മൾ ആ പേജിൽ കൂടെ ആവും കാണിക്കുക. അപ്പോൾ ഇനി വീഡിയോയിലേക്ക്. നമുക്ക് ഗ്രോ ബാഗിൽ ഫില്ല് ചെയ്യാൻ വേണ്ടി ആദ്യമേ വേണ്ടത് ഏറ്റവും കുറഞ്ഞത് 10 ദിവസമെങ്കിലും കുമ്മായം ഇട്ട് വെച്ച നല്ല മണ്ണാണ്. ഞാനിപ്പോൾ ഈ മണ്ണെടുത്തിട്ട് 10 അല്ല 15 ദിവസത്തോളമായി. കാലാവസ്ഥ മോശമായതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് ഫില്ല് ചെയ്യാതിരുന്നത്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ചാണകപ്പൊടിയാണ്. ചാണകപ്പൊടി എടുക്കുമ്പം നനവുള്ള ചാണകപ്പൊടിയല്ല, നന്നായിട്ട് ഉണങ്ങി പൊടിഞ്ഞ ചാണകപ്പൊടി തന്നെ വേണം നമുക്ക് എടുക്കാൻ വേണ്ടി. ഇങ്ങനെ ചാണകപ്പൊടി ഇടുന്നത് നമ്മുടെ ഗ്രോ ബാഗിനകത്ത് നൈട്രജൻ്റെ അളവ് കറക്റ്റ് ആക്കാൻ വേണ്ടിയാണ്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് എല്ലുപൊടിയാണ്. എല്ലുപൊടി നമ്മുടെ ഗ്രോ ബാഗിലേക്കുള്ള ഫോസ്ഫറസിൻ്റെ അളവ് കറക്റ്റ് ആക്കാൻ. അത് ഏതാണ്ട് ഒരു ഗ്രോ ബാഗിന് 50 ഗ്രാം മതിയാകും. അതിനൊപ്പം നമുക്ക് വേപ്പിൻ പിണ്ണാക്ക് നമുക്ക് മണ്ണിക്കൂടിയുള്ള കീടബാധയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് വേപ്പിൻ പിണ്ണാക്ക് എടുക്കുന്നത്. അതും നമുക്ക് 50 ഗ്രാമിൻ്റെ ആവശ്യമേ ഉള്ളൂ. പിന്നെ ഈ ഗ്രോ ബാഗിനകത്ത് മെയിനായിട്ട് നമ്മൾ ഫില്ല് ചെയ്യാൻ ആവശ്യമുള്ള സാധനമാണ് കരിയില. അത് നല്ല ഉണക്കക്കരിയില നമുക്ക് ഇതിനു വേണ്ടി യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ഗ്രോ ബാഗിൽ തന്നെ അല്ല, സാധാരണ മണ്ണിനകത്തും ഇഞ്ചിയും ചേമ്പൊക്കെ നടുമ്പോൾ നമ്മൾ പുതയിടാൻ വേണ്ടി കരിയില ഉപയോഗിക്കാറുണ്ട്. നല്ലൊരു ജൈവവളമാണത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ചാരമാണ്. ചാരം നമ്മുടെ ഗ്രോ ബാഗിലേക്ക് ആവശ്യമുള്ള പൊട്ടാഷ്യം ഉറപ്പാക്കാൻ വേണ്ടിയാണ് നമ്മൾ ചാരം ഉപയോഗിക്കുന്നത്. ഇതിനാവശ്യമുള്ള ഗ്രോ ബാഗ് എടുക്കുമ്പം അല്പം വലിപ്പമുള്ള ഗ്രോ ബാഗ് എടുക്കുന്നതാണ് നല്ലത്. നമ്മൾക്കറിയാം ഇഞ്ചി അതേപോലെ ചേമ്പൊക്കെ നടുമ്പോൾ അതിന് നല്ല വളമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് വിത്തുകളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഗ്രോ ബാഗ് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും അല്പം വലിപ്പമുള്ള ഗ്രോ ബാഗ് എടുക്കുന്നതാണ് നല്ലത്. ഇനി നമ്മൾ ഗ്രോ ബാഗ് ഫില്ല് ചെയ്യാൻ പോവുകയാണ്. അതിന് മുമ്പായിട്ട് ഗ്രോ ബാഗിൻ്റെ മുകൾവശം ഒന്ന് മടക്കുകയാണ്. നമ്മളിങ്ങനെ മടക്കുമ്പോൾ ഏതാണ്ട് 1/3 ഭാഗം മടക്കി വെക്കണം. അതിന് താഴോട്ടാണ് നമ്മളിത് ഫില്ല് ചെയ്യേണ്ടത്. കാരണം നമുക്ക് പിന്നീട് ഇതിനകത്ത് ചേമ്പിന് പുതിയ വിത്തുകളൊക്കെ പൊട്ടുമ്പോൾ നമുക്ക് വീണ്ടും മണ്ണൊക്കെ ഇട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഗ്രോ ബാഗിൻ്റെ താഴത്തെ ആ തട്ടിലെ നമ്മൾ അധികം കനമില്ലാതെ ആ കുമ്മായം ഇട്ട് ഇളക്കിയ മണ്ണ് ശകലം ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒപ്പം നമ്മൾ ചാണകപ്പൊടിയോ എല്ലുപൊടിയോ ഒന്നും കൊടുക്കുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ ലാസ്റ്റ് പറയാം. നമുക്കിപ്പം വേണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ മുകളിലേക്ക് അല്പം ചാരമാണ്. ഈ ചാരം ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതിൻ്റെ കാരണമുണ്ട്. അത് ഞാൻ അടുത്ത സ്റ്റെപ്പോടെ കഴിയുമ്പം പറയാം. ഇനി ചാരം ഇട്ടതിൻ്റെ മുകളിലേക്ക് നമ്മൾ കരിയിലയാണ് എടുക്കാൻ പോകുന്നത്. നമ്മളിങ്ങനെ കരിയില അടുക്കുന്ന സമയത്ത് ഗ്യാപ്പ് ഇല്ലാതെ പരമാവധി നമ്മൾ താഴേക്ക് പ്രസ് ചെയ്ത് വേണം കരിയില നിറയ്ക്കാൻ. ഏതാണ്ട് ഗ്രോ ബാഗിൻ്റെ നമ്മൾ ഒരു പകുതി വരെയെങ്കിലും നമ്മൾ ആ കരിയില ഇങ്ങനെ എടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് വീണ്ടും നമ്മൾ ചാരം ഇടുകയാണ്. ഇനി അതിൻ്റെ മുകളിലേക്ക് വീണ്ടും കുറേ മണ്ണും കൂടി. ആദ്യമേ നമ്മൾ മണ്ണിട്ടു, അതിന് മുകളിലേക്ക് കുറച്ച് ചാരം ഇട്ടു, അതിന് മുകളിൽ നന്നായിട്ട് കരിയില അടുക്കി, അതിന് മുകളിൽ വീണ്ടും നമ്മൾ കുറേ ചാരം ഇട്ടു, എന്നിട്ട് അതിന് മുകളിലേക്ക് വീണ്ടും നമ്മൾ അല്പം മണ്ണിട്ടു. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാലുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് 1 മാസം കൊണ്ട് തന്നെ നമ്മളിട്ട കരിയില കംപ്ലീറ്റ് പൊടിഞ്ഞിട്ട് കമ്പോസ്റ്റ് ആവും. കമ്പോസ്റ്റ് ആയി കഴിഞ്ഞാൽ അത് തന്നെ നല്ലൊരു വളമാണ്. ഇനിയും നമ്മൾ ഗ്രോ ബാഗിൻ്റെ ഏറ്റവും മുകളിലത്തെ തട്ട് തയ്യാറാക്കിയാണ്. ഈ തട്ട് തയ്യാറാക്കുവാൻ നമ്മൾക്ക് വേണ്ടത് മണ്ണ് ആവശ്യമുണ്ട്. മണ്ണ് അധികം വേണ്ട, അല്പം മണ്ണ്. ഈ മണ്ണിനൊപ്പം ഇനി അടുത്തായിട്ട് ചാണകപ്പൊടിയാണ്. ചാണകപ്പൊടി അല്പം അളവ് കൂടിയാലും കുഴപ്പമില്ല. ഇനി ചാണകപ്പൊടി ഇല്ലെങ്കിൽ നമുക്ക് ജൈവ കമ്പോസ്റ്റ് ഉപയോഗിക്കാം. അതിലേക്ക് നമ്മൾ 50 ഗ്രാം എല്ലുപൊടി ഇടുകയാണ്.
അതിലേക്ക് നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് അതും 50 ഗ്രാം ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് 4 കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുവാണ്. ഈ സമയത്ത് നമ്മൾ ഇതിനൊപ്പം ചാരം ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്കൊന്നും ഒരു സ്ഥലത്തായിട്ട് കട്ട പിടിച്ച് കിടക്കാൻ ഇടയാക്കല്ല. നമ്മൾ എല്ലായിടത്തും എത്തുന്ന പോലെ വേണം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ. ഇനി ഈ മിക്സ് നമ്മൾ ഗ്രോ ബാഗിൻ്റെ ഏറ്റവും മുകളിലത്തെ തട്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലാണ് നമ്മൾ ഇഞ്ചിയും അതേപോലെ ചേമ്പൊക്കെ നടുന്നത്. ഇപ്പം നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. കാരണം ഈ മണ്ണൊക്കെ നമ്മൾ ഫില്ല് ചെയ്തപ്പോൾ ഏതാണ്ട് ഗ്രോ ബാഗിൻ്റെ ഏതാണ്ട് മുകളിൽ വരെ എത്താറായി. പിന്നെ വിത്തുകളൊക്കെ ഉണ്ടായി തുടങ്ങി കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വീണ്ടും മണ്ണിട്ട് കൊടുക്കുമ്പോൾ എങ്ങനെ അതിനുള്ള സ്ഥലം കാണുമെന്ന്. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ നട്ട് 1 മാസം ആകുമ്പോഴത്തേക്ക് ഇതിനുള്ളിൽ വെച്ചിരിക്കുന്ന കരിയിലെല്ലാം കൂടെ പൊടിഞ്ഞിട്ട് ഈ ഗ്രോ ബാഗിലെ മണ്ണെല്ലാം കൂടെ അല്പം കൂടി താഴോട്ടാവും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് സ്പേസ് കിട്ടും. ഇനി നമ്മൾ ഇതിലേക്ക് ഇഞ്ചി നടുകയാണ്. ഇഞ്ചി നടുമ്പം നല്ല വിത്തുകൾ എടുക്കുക. മുളയായി തുടങ്ങിയ വിത്തുകൾ എടുക്കുന്നതാണ് നല്ലത്. പിന്നെ ചില ആളുകൾ ഇഞ്ചിയുടെ വിത്തുകൾ സൂക്ഷിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാണകപ്പാലിലൊക്കെ മുക്കിയിട്ട് തണലത്ത് വെച്ച് ഉണക്കിയിട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്തുകൾ കേടാകാതെ ഇരിക്കുവാനും പെട്ടെന്ന് വളർച്ചയൊക്കെ ഉണ്ടാകാൻ വേണ്ടിയാണ്. പിന്നെ നമ്മൾ അടുക്കളത്തോട്ടത്തിലേക്കാവുമ്പം അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ ഒരുപാട് വിത്തുകളൊന്നും ഗ്രോ ബാഗിനകത്ത് പാകേണ്ട ആവശ്യമില്ല. മാക്സിമം 2 എണ്ണത്തിൻ്റെയൊക്കെ ആവശ്യമേ ഉള്ളൂ. അതിൽ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഇതിനകത്ത് സ്പേസ് കിട്ടാതെ പോകും. നമ്മൾ ഇഞ്ചി നട്ടതിന് ശേഷം അതിന് മുകളിലേക്ക് വീണ്ടും കരിയിലയിട്ട് പുതയിട്ട് കൊടുക്കാവുന്നതാണ്. ഈ ഒരു സമയത്ത് നമ്മൾ അതിന് മുകളിലേക്ക് വീണ്ടും മണ്ണിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏതാണ്ട് 1 മാസം കൊണ്ട് ഇതൊന്ന് മുളച്ച് അതിൻ്റെ തണ്ട് വെളിയിലേക്ക് വന്നതിന് ശേഷം മാത്രം നമ്മളത് ജസ്റ്റ് ഒന്ന് മണ്ണൊന്ന് അവിടെ എവിടെയായിട്ടൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഒരുപാട് തിക്കായിട്ടിട്ട് കൊടുക്കണ്ട. പിന്നെ നിങ്ങൾക്കൊരു സംശയം ഇപ്പോൾ ഉണ്ടായിരിക്കും, നമ്മൾ ഗ്രോ ബാഗ് ഫില്ല് ചെയ്തതിൻ്റെ ഏറ്റവും അടിയിലൊന്നും നമ്മൾ മണ്ണും ചാരം മാത്രമാണ് കൊടുത്തത്, എന്തുകൊണ്ട് അവിടെ ഒന്നും ചാണകപ്പൊടി ഒന്നും ഇട്ട് കൊടുത്തില്ല എന്ന് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. നമ്മൾ ഇഞ്ചി അതേപോലെ ചേമ്പൊക്കെ നട്ട് കഴിയുമ്പം അതിൻ്റെ വിത്തുകൾ ഒരിക്കലും താഴോട്ടല്ല ഉണ്ടാവുന്നത്, അത് സൈഡിലേക്കാണ് ഉണ്ടായി വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അടിവളമായിട്ട് ഒരുപാട് ചാണകപ്പൊടി ഇതൊന്നും എല്ലുപൊടി ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതെപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ചേമ്പായാലും ഇഞ്ചി ആയാലും അതിൻ്റെ വിത്തുകൾ എപ്പോഴും പൊട്ടുന്നത് സൈഡിലേക്കാണ്. അതിനാണ് നമ്മൾ ആ നട്ട ഭാഗത്ത് മാത്രമേ നമ്മൾ വളങ്ങൾ കൊടുത്തത്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ട് ഇതല്പം വലുതായതിനു ശേഷം ഇതിന് മുകളിൽ നമ്മൾ ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് ഇതൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ആ വളമാണ് ശരിക്കും ഇഞ്ചിക്കും ചേമ്പിനൊക്കെ വളർച്ചയ്ക്കുള്ള ഗുണമാകുന്നത്. നമ്മളല്ലാതെ ഒരുപാട് അടിയിൽ കൊടുത്തിട്ട് കാര്യമില്ല. പിന്നെ അത്യാവശ്യത്തിനുള്ള വളമൊക്കെ നമ്മൾ ഇട്ട് കൊടുത്ത കരിയിലെല്ലാം കൂടെ പൊടിഞ്ഞിട്ട് ജൈവ കമ്പോസ്റ്റ് ഉണ്ട്, അതിൽ നിന്ന് അത് വലിച്ചെടുത്തോളും. പിന്നെ നമ്മളിതൊരു വ്യാവസായിക അടിസ്ഥാനത്തിലല്ലല്ലോ നമ്മൾ ഗ്രോ ബാഗിലൊന്നും കൃഷി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ വിളവെടുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 മാസം കഴിഞ്ഞിട്ട് എപ്പം വേണമെങ്കിലും നമുക്ക് വിളവെടുക്കാം. നമ്മളത് നോക്കി നമുക്ക് നോക്കാൻ മനസ്സിലാവും നമ്മുടെ ആവശ്യത്തിനുള്ള ഇഞ്ചിയൊക്കെ വലിപ്പമായിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് മാന്തി നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ എങ്ങനെയാണ് ഇഞ്ചി നടുവാനും അതേപോലെ ചേമ്പ് നടാനൊക്കെ നമ്മൾ ഗ്രോ ബാഗ് തയ്യാറാക്കുന്നതെന്ന് ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അടുത്ത ദിവസം നമ്മൾ മറ്റൊരു വിഷയം മറ്റൊരു വീഡിയോ ആയിട്ട്